ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണു. അപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് ഏറ്റവും അധികം ഇടാൻ ഇഷ്ടം എന്ന് പറയുന്നത് സ്കിൻ കെയർ കണ്ടന്റ് ആണ്. കാരണം ഒരു സമയത്ത് എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര വേഴ്സ് കണ്ടീഷനിലായിരുന്നു. നിറയെ ആക്നെ, ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ. പിന്നെ നിങ്ങൾ എൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, മണ്ണ് വീണണൊക്കെയായിരുന്നു എൻ്റെ സ്കിൻ ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് എത്തിയപ്പോൾ ഇപ്പം ഭയങ്കര അടിപൊളിയൊന്നുമല്ല, എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങനത്തേക്ക് എത്തിയപ്പോഴത്തേനും ആ ഒരു സ്കിൻ കെയർ ജേർണിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ മിസ്റ്റേക്സ് പഠിച്ചു, കുറേ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ എനിക്കറിയാം എത്രത്തോളം ഞാനിങ്ങനെ മെൻ്റലി പ്രഷർ അനുഭവിച്ചത്. ഒരാൾ കണ്ടാലും ആദ്യം ചോദിക്കുക ഈ ഫേസിലെ കാര്യമായിരിക്കും. അപ്പം എൻ്റെ ഷോർട്സിലാണെങ്കിലും അല്ലാത്ത വീഡിയോയിലാണെങ്കിലും ഞാൻ കുറേ സ്കിൻ കെയർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറലി വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് പാറ്റേൺ, അങ്ങനത്തെ എനിക്കറിയാവുന്ന കാര്യങ്ങളും എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടായ പ്രോഡക്ട്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ പേര് യൂസ് ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്തിട്ട് നല്ല റിസൾട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയറിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വന്നത്. അതായത് നമ്മൾ ഫേസിൽ അല്ലെങ്കിൽ കയ്യിലോ മുഖത്തൊക്കെ ഓരോ പാക്ക് ഇടുമ്പോഴത്തേനും നമുക്ക് ഫുൾ ബോഡിയിൽ ഒരു ഈവൻ ടോൺ കാണാൻ പറ്റില്ലല്ലോ. അതായത് ഞാനിപ്പോൾ ഫേസ് പാക്ക് ഇട്ടാൽ എൻ്റെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവുമായിരിക്കും, അല്ലെങ്കിൽ കയ്യിലൊരു പാക്ക് ഇട്ടാൽ കൈ ഒന്ന് ബ്രൈറ്റ് ആവുമായിരിക്കും. പക്ഷെ ഫുൾ ബോഡി ഒരു ഈവൻ ടോണിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഈ ഫിസിക്കലി നമ്മൾ ഓരോന്ന് ഇടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷെ നമുക്ക് എല്ലാവർക്കും പേടിയാണ് ഇപ്പം ഒരു ടാബ്ലറ്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻടേക്ക് ചെയ്യാൻ നമുക്ക് പൊതുവെ എന്നെ പേടിയാണ്. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, ഡൈജഷന് പ്രശ്നം ഉണ്ടാവുമോ, ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നം വരുമോ, നമുക്ക് എപ്പോഴും ഓരോ ടെൻഷനാണ് ഓരോ സാധനങ്ങൾ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഫിസിക്കലി ഓരോന്ന് ചെയ്താലും എനിക്കിപ്പം സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരിക്കലും വെളുക്കുക അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റ് ആക്കുക എന്നുള്ളതിനെക്കാട്ടിലും എനിക്ക് എൻ്റെ ഫുൾ ബോഡി ഒരു ഈവൻ ടോണിലെത്തിക്കുക, പിഗ്മെൻറ്റേഷൻ അവോയ്ഡ് ചെയ്യുക. ഞാനിപ്പം ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ട്രാവൽ എന്ന് വെച്ചാൽ അങ്ങനത്തെ ട്രാവലല്ല, കോളേജിൽ പോകുമ്പോൾ കോളേജിൽ പോകുന്നു വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നു. ഞാൻ 2 വീലറിലാണ് അധികവും പോകുന്നത്. അപ്പം ഒബ്വിയസ്ലി വെയിലടിക്കും, ടാൻ ആവും. അപ്പോൾ ടാൻ ഞാൻ ഫേസ് ചെയ്യുന്ന ഭയങ്കരമായൊരു പ്രശ്നമാണ്. എൻ്റെ കൈയൊക്കെ ഇത്രയും ഒരു ഷെയ്ഡ് സ്ലീവ്ലെസ് ഇട്ട് പോയാൽ പിന്നെ ഫുൾ ഒരു ഷെയ്ഡ്, ഇത്ര കൈയുള്ള ഉടുപ്പാണെങ്കിൽ ഇത്രയും വേറെ കളറും, ഇവിടെ വരെ വേറെ കളറും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ പുറത്ത് എന്ത് ചെയ്താലും നമ്മൾ ഉള്ളിലേക്കും കൂടെ നല്ല സാധനം എടുക്കണം. ഇപ്പം വീട്ടിൽ നിന്ന് ഞാൻ ഓരോന്ന് തേക്കുന്ന സമയത്ത് എന്നോട് അച്ഛനമ്മയും പറയാറുണ്ട്, പുറത്ത് മുഖത്ത് തേച്ചിട്ട് കാര്യമില്ല, ഉള്ളിലും കൂടി നല്ല സാധനങ്ങൾ വേണമെന്ന്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ സ്കിൻ കെയർ ചെയ്താലും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നല്ല ഫ്രൂട്ട്സും നല്ല സാധനങ്ങൾ വൈറ്റമിൻസും ഒക്കെ ഇൻടേക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുപോലത്തെ ഒന്നാണ് സപ്ലിമെന്റ്സ് ഇൻടേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. സപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ഇൻടേക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ് ഈ ഡൈജഷൻ്റെ പ്രോബ്ലം ഒക്കെ. അപ്പോൾ ഞാനൊരു സപ്ലിമെന്റ് ട്രൈ ഔട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നല്ല റിസൾട്ട് ഫീൽ ചെയ്തു. ഞാൻ ജസ്റ്റ് 2 വീക്സ് ആവുന്നേ ഉള്ളൂ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. ബട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളുമായിട്ട് കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഹിയർ ഇസ് ദി പ്രൊഡക്റ്റ്. ഷീറ്റ് ന്യൂട്രിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോൺ ആൻഡ് വൈറ്റമിൻ സി ടാബ്ലറ്റ് ആണിത്. അപ്പോൾ ഇതിൽ 500 മില്ലിഗ്രാം ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോണും വൈറ്റമിൻ സി ആണ്. അപ്പോൾ വൈറ്റമിൻ സി എല്ലാവർക്കും അറിയാം എത്രത്തോളം നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ടാൻ റിമൂവ് ആക്കാനും ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടി എത്രത്തോളം നല്ല സാധനമാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ടാബ്ലറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇതിങ്ങനെ കൺസ്യൂം ചെയ്യല്ല, നമ്മളിത് വെള്ളത്തിലിട്ടിട്ട് ഡിസോൾവ് ചെയ്താണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പ് ലെറ്റ് ടെൽ യു സംതിങ്സ്. ഇത് വെള്ളത്തിലിട്ടാണ് നമ്മൾ കുടിക്കുന്നത്, അല്ലാണ്ടല്ല കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ആ ടാബ്ലറ്റിൻ്റെ നല്ല കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുമ്പോൾ ലിക്വിഡ് ഫോമിലാണല്ലോ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് അത് അബ്സോർബ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് മറ്റേനെക്കാട്ടിലും. നമ്മളിപ്പം സ്കിൻ സൺറൈസ് കൊണ്ടിട്ട് UV റൈസ് ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ സ്കിൻ സെൽസ് ഡാമേജ് ആയിട്ടിരിക്കുവാണെങ്കിൽ ആ ഡാമേജ് സ്കിൻ സെൽസിനൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ ഈ ഒരു ലിക്വിഡ് ഫോമിലേക്ക് ഉള്ളിലെത്തി ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ ആഡഡ് ഷുഗേഴ്സ് ഒന്നുമില്ല, കളേഴ്സ് ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ആൻഡ് ഇത് ഡൈജഷൻ്റെ പ്രശ്നമോ നിങ്ങൾക്ക് ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നമോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് 100% ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പോൾ ചിലർക്കൊക്കെ ടാബ്ലറ്റ്സ് എടുക്കുന്ന സമയത്ത് ഡൈജഷൻ്റെ പ്രോബ്ലം വരുമ്പോൾ അവർ എന്താ പറയുക, ഫുഡിന് മുന്നേ ഈ ഗ്യാസ് വരാതിരിക്കാൻ വേറെ ടാബ്ലറ്റ് എടുക്കണം, അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ലിക്വിഡ് ഫോമിലാണ്, ജസ്റ്റ് നമ്മളൊരു ജ്യൂസ് കുടിക്കുന്ന പോലെ സുഖമായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലേവർ സ്ട്രോബെറി ലെമൺ ഫ്ലേവറാണ്, അതൊരു മിക്സഡ് ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ കുടിക്കാൻ യാതൊരുവിധ പ്രശ്നവുമില്ല. ജ്യൂസ് കുടിക്കുന്ന പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും.
എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് എടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചാൽ എപ്പോഴാന്ന് വെച്ചാൽ ഒരു മീലിന് ശേഷം നിങ്ങളിത് കൺസ്യൂം ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡെർമറ്റോളജിസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ആൻഡ് 8 വീക്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ 8 വീക്സ് ഒന്നും ആയിട്ടില്ല. 8 വീക്സ് ആയതിനു ശേഷം ഞാൻ ഒരു അപ്ഡേറ്റഡ് റിവ്യൂ കൂടെ ഡെഫിനറ്റ്ലി തരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ട്യൂബ് കൺസ്യൂം ചെയ്തു, ഇതിൻ്റെ ഒരു 3-4 കൺസ്യൂം ചെയ്തതാ. ബാക്കി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. സോ ആദ്യം പറഞ്ഞെടുക്കുക, ഞാൻ ഗ്ലാസും കൂടി എടുത്ത് തരാം കേട്ടോ. സോ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതായി ഒരു ടാബ്ലറ്റ്. ഭയങ്കര രസമാണ് ഇത്, അലിഞ്ഞു പോണ കാണാൻ രസമില്ലേ? സോ നിങ്ങൾ ഇതിനെ കുടിക്കരുത്, ഇത് ഫുൾ ഡിസോൾവ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ടേ കുടിക്കാൻ പാടുള്ളൂ. ഇത് നല്ല രസമാട്ടോ, ഡിസോൾവ് ആവണ കണ്ടോണ്ടിരിക്കാൻ. അപ്പൊ ഇച്ചിരി കൂടെ ഉണ്ട്. അപ്പൊ ഇതങ്ങനെ പെർട്ടിക്കുലർലി ഇന്ന സമയത്ത് എടുക്കണമെന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റോ മീലോ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്കിത് കുടിക്കാം. നല്ല ടേസ്റ്റ് ആണ്. പൊതുവെ നമ്മൾ ചില സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് എത്ര നല്ലതാന്ന് പറഞ്ഞാലും അതിന്റെ ടേസ്റ്റ് കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ തോന്നത്തില്ലല്ലോ. അപ്പോൾ ഇതിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്താ പറയുക, ഷീക്ക് ന്യൂട്രിക്സിന്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിപ്പോ കുടിക്കട്ടെ കേട്ടോ. കുറച്ചും കൂടെ ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇത് 8 വീക്സ് നിങ്ങൾ കണ്ടിന്യൂസ് കുടിച്ചാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നാണ് കൺസ്യൂം ചെയ്തവരടക്കം പറയുന്നത്. അപ്പൊ എന്തായാലും ഞാനൊരു 8 വീക്സ് കൺസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എൻ്റെ റിവ്യൂ എന്തായാലും പറഞ്ഞു തരാം. അപ്പോൾ 2 വീക്സ് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് എൻ്റെ സ്കിന്നിന് കാണുന്നുണ്ട്. എൻ്റെ ഫേസിനെക്കാട്ടിലും എനിക്ക് എൻ്റെ ബോഡിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി എൻ്റെ കൈയൊക്കെ എൻ്റെ ഫേസിൻ്റെ അതേ കളറിലേക്ക് എത്തുന്നുണ്ട്. ടാൻ റിമൂവ് ആവുന്നുണ്ട്. നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ഒരു ഗ്ലോ നമുക്ക് തരാൻ, നമ്മുടെ ഫേസിലെ ഡൾനെസ് ഒക്കെ മാറ്റി ഒരു റേഡിയന്റ് ലുക്ക് നമുക്ക് തരാനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. സോ ഇതാ ഫുൾ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇത് ഫുൾ അലിഞ്ഞ് ചേർന്നിട്ട് മാത്രമേ നിങ്ങൾ കുടിക്കാൻ പാടുള്ളൂ. നമുക്ക് കുടിക്കാം. നല്ല മണമാണ് കേട്ടോ ഇത്, നല്ല സ്മെല്ലും ആണ്, നല്ല ടേസ്റ്റും ആണ്. നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കുടിക്കുന്ന കണക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റും. ഓക്കെ, ഡൺ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇൻടേക്ക് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cheeknutrix.com ലിങ്ക് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓൾസോ KAO10 പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങുക, ട്രൈ ചെയ്ത് നോക്കുക. 2 വീക്സ് എങ്കിലും കമ്പൽസറി ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ എന്തായാലും പിന്നെ ഒബ്വിയസ്ലി നമുക്ക് നല്ല റിസൾട്ട് കണ്ടാലും നമ്മൾ ആ പ്രൊഡക്റ്റ് വീണ്ടും ട്രൈ ഓൺ ചെയ്യില്ലേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസും കമൻസും എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസും എന്ന് കമൻറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും യൂസ് ചെയ്തിട്ട് മാത്രമേ കമൻറ്റ് ചെയ്യാവൂ. ചുമ്മാ വന്നിട്ട് ഇത് വർക്ക് ആവില്ല എന്നൊന്നും കമൻറ്റ് ചെയ്യല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.